ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ശരിക്കും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആർക്കേഞ്ചൽസ് ശരിക്കും ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ഡു ദേ മിസ് യു ആസ് യു ഡു? ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു മറുപടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. പ്രോപ്പറായിട്ടുള്ള ആൻസർ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവാം. എന്ത് തന്നെ ആയിരുന്നാലും എന്തോ ഒരു കാര്യം ഈ വ്യക്തി ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. ഇവിടെ റിഗ്രറ്റ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവണം. വാക്കുകൾ കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവാം. അത് ഒരു ഹാർട്ട് ബ്രേക്കിനിടയാക്കി, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇടയാക്കിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോട് ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. അവർ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു ഫേസിലുള്ള ആ ഒരു പുഞ്ചിരിയൊക്കെയും അവരിപ്പോൾ അവരുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലാണ്. ചിലപ്പോൾ അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം. ഒരു പിണക്കത്തിന് ശേഷം അവർ എബ്രോഡ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് ഒരു സ്ഥലത്ത് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. നേരിട്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തി ഡൗട്ടായിരിക്കാം, ഈ വ്യക്തിക്ക് നിങ്ങളെ ഡൗട്ട് ഉണ്ടാവാം. അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിക്കോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഈ വ്യക്തിക്ക് ഡൗട്ട് ഉണ്ടാവുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുവർ ഡൗട്ട്, അതുപോലെ നിങ്ങൾക്കും ഈ വ്യക്തി ഒരുപാട് ഡൗട്ട് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് ഡിസ്കംഫേർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലായിട്ടിരിക്കുന്നതായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഏകദേശം അവസാനിച്ചു പോയി എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങർ ആണ്. അതൊരിക്കലും ഒരു ഡിസ്റ്റൻസിനും ഭേദിക്കാൻ കഴിയില്ല എന്നുള്ളത് രണ്ടുപേരും ഇപ്പോൾ റിയലൈസ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്ക് ചെയ്യാം, ഒരു ബ്രേക്കപ്പിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രേക്കപ്പിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു സോൾ ബോണ്ടിങ് തന്നെയാണ്. ഈ വ്യക്തിക്കും ഇപ്പോൾ ഇത് തിരിച്ചറിയുന്നൊരു സമയമാണെന്നുള്ളതാണ്. ആൻഡ് യെസ്, അത്രത്തോളം ഈ വ്യക്തി ഇമോഷണലി അപ്സെറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, സ്പിരിച്വൽ ജേണി, ഇതിലോട്ടൊക്കെ അവർ പോകുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടാവാം. അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് അത്രയും വേദന കൊടുക്കുകയാണ്. നിങ്ങളെ ഓരോ നിമിഷവും കാണാണ്ടിരിക്കുമ്പോൾ അത്രയും ഒരു വേദന അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്. പലർക്കും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള കാരണം മറ്റ് രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം എന്ന് കൂടുതൽ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്ലെയറായിട്ട് ഈ ഒരു വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. ഇപ്പോഴും അവർ നിങ്ങളോടൊരു അഡിക്ഷനിലാണെന്നുള്ളതാണ്. അവരെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. അവർക്ക് നിങ്ങളോടുള്ള പ്രണയം, നിങ്ങളെ പ്രണയിക്കുക എന്നുള്ളൊരു കാര്യം അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും എന്നുള്ള. അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നതും ഒരിക്കലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എല്ലാ നിമിഷവും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു അൺകണ്ടീഷണൽ ലവ് ഫ്ലോയിങ് എന്നാണ് ഇവിടെ കാണുന്നത്. അത്രയും ഉപാധികളില്ലാത്തൊരു പ്രണയം, മറ്റൊന്നിനും വേണ്ടി നിങ്ങളിൽ നിന്ന് യാതൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൺലി ആ പ്യുവർ ലവ് മാത്രമാണ് നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നൽകാനും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് തുടർന്നാൽ അവരെ നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ളൊരു വാണിംഗ് കൂടി അവർ തരുന്നുണ്ട്. കാരണം അവർ തന്നെ സ്വയം ഇല്ലാണ്ടായി പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സ്വയം ഇല്ലാതാവുക എന്നുള്ളൊരു പ്രോസസ്സ്, അതായത് അവർ മനസ്സ് തന്നെ ഡൗൺ ആയി പോകുന്നുണ്ട്. അവർ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ പോലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ശൂന്യമാകുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലയളവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ കരഞ്ഞും സങ്കടപ്പെട്ടും കളയാനുള്ളതല്ല എന്ന് കൂടി ഈ വ്യക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ട്രൈങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ്. ഓക്കെ, പല രീതികളിൽ, പല പ്രോസസ്സിലൂടെ, പല സോഴ്സിലൂടെയും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയാണ്. അവർ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഈ ഒരു മിസ്സിങ് ഫീലിങ്സ് കൂടുതലായിട്ടാണ് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ഇത്രയും ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണിത് എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് യെസ്, ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് റിലേഷൻഷിപ്പ് പോകരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട്, കൂടുതലും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. അവർ എപ്പോഴും പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അവർക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ കരിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടാകാം, ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് ചിന്തിച്ചാണ് അവരങ്ങനെ പ്രവർത്തിച്ചു പോയത്. പക്ഷേ അത് നിങ്ങൾ ഓർത്തില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ആ വ്യക്തിയുടെ എനർജിയിൽ അതാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും കുറച്ച് ക്ഷമയായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് അലേർട്ട് ആവുക. കാരണം ഒരാളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ലൈഫിൽ പല പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സന്തോഷകരമായിട്ടുള്ള സാഹചര്യം, സങ്കടപ്പെടുത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാളെ നല്ല രീതിയിൽ എല്ലാ സന്തോഷങ്ങളും കൊടുത്ത് പ്രണയിച്ചുകൊണ്ടിരിക്കാനൊന്നും എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ മുന്നോട്ട് പോയേ മതിയാവും. അപ്പോൾ ആ സാഹചര്യങ്ങളെ നിങ്ങൾ കണക്കിലെടുത്തില്ല, നിങ്ങൾ മനസ്സിലാക്കിയില്ല. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റ് ആവണം. അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ടൊരു വ്യക്തിക്കും കഴിയണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജീവിത പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാം, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രണയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യം എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനാണ് എല്ലാ പ്രോബ്ലങ്ങൾക്കും കാരണമായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആക്കാനായിട്ട്, അവരെ പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സൈഡിലുള്ളൊരു വ്യക്തി അതുപോലെ ഒന്നും നിങ്ങൾക്ക് ആ ഒരു കെയർ, അറ്റൻഷൻ, ആ ഒരു പ്രണയം ഒന്നും തന്നെ നൽകാൻ തയ്യാറായില്ല. ഇത് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, അതും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ഒരു പേഷ്യൻസ് ആണ്, ഒരു ക്ഷമയാണ് നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. ക്ഷമിക്കുക, ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക.
ഓക്കെ. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് എന്തോ ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള ചില ഇഷ്യൂസ്, ചില കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫങ്ഷൻസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ആം ബിസി വിത്ത് അവർ റെസ്പോൺസിബിലിറ്റീസ്, യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് കാർഡ് നമ്മൾ കണ്ടില്ലായിരുന്നു. ആ ഒരു കറക്റ്റ് കാര്യം തന്നെ ഈ കാർഡിൽ പറയുന്നുണ്ട്. കാരണം അവർക്ക് എന്തോ ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യം അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നതോ ഈ ഒരു സെപ്പറേഷൻ വരെ എത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ഐ വോണ്ട് ടു കം ക്ലോസർ, സ്പെൻഡ് ടൈം വിത്ത് യു. നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കൂടെ ഇരിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും സമയം കിട്ടാതെ പോയി. അത് അവരുടെ ദൗർഭാഗ്യം എന്നവരിപ്പോൾ ചിന്തിക്കുകയാണ്. അതിലൊരു റിഗ്രറ്റ് അവർക്കുണ്ട്. കാരണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു സാഹചര്യത്തിലേക്ക് പോവില്ലായിരുന്നു എന്നവർ ചിന്തിക്കുന്നത്. ആ ഒരു റിഗ്രറ്റും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരിപ്പോൾ ഒരുപാട് തരത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഇപ്പം മിസ് ചെയ്യുന്നൊരു സമയമാണ്. മേ ബി നിങ്ങൾ മുൻപ് പല പ്രാവശ്യം ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്തിനേക്കാളും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ സൈലൻ്റ് ആയിരിക്കാം, നിങ്ങൾ യാതൊരു ആക്ഷനും എടുക്കുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് അത്രയും ഒരു വേദന അനുഭവപ്പെട്ടിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.